ഞാൻ പാടാൻ വന്നു എന്നുള്ള സത്യമാണ്. എനിക്ക് അതിൻ്റെ കൂടെ കമ്പോസ് ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു. പണ്ട് വയലാർ സാറിൻ്റെയൊക്കെ പാട്ടെടുത്ത് കമ്പോസ് ചെയ്യുമായിരുന്നു, വേറെ നമുക്ക് ലിറിക്ക് കിട്ടാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാടി ഞാൻ കലക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് ചെന്നൈക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഹിസൈൻ എസ് അബ്ദുള്ള, നമ്മുടെ ലാൽ സാറിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ, അതിൽ ദേവസഭാതലം എന്ന പാട്ടിൽ ഇപ്പം ലാൽ സാറും കൈതപ്പുറ അണ്ണാച്ചിയും മത്സരിച്ച് അഭിനയിക്കുമ്പോൾ അതിന് സാക്ഷിയായിട്ട് അവിടുത്തെ രാജാവാണുള്ള, ആ രാജാവിന് പാടിയത് ഞാൻ. ആദ്യം കൂടുതൽ എന്ത് വേണം, രാജാവല്ലേ വലുത് എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ രവീന്ദ്ര മാസ്റ്ററോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം ആ ഒരു പോർഷൻ അസാധ്യ ഒരു കല്യാണി വരുമ്പോൾ ഉള്ള ഒരു സുഖം അത് തന്ന രവീന്ദ്ര മാസ്റ്ററിനോട് അയ്യോ എത്ര പറഞ്ഞാലും തീരില്ല മാഷുമായിട്ടുള്ള ഒരു ബന്ധവും. അതല്ലാതെ ആ ഒരു പാട്ടിൽ എനിക്ക് പാടാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ച് മലയാള സിനിമ ഞാൻ അടക്കി വാഴാൻ പോവുക, ഇത്രയും പാട്ട് ഞാൻ എങ്ങനെ പാടും ദൈവമേ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ട്, കാര്യം ആരും വിളിച്ചിട്ടില്ല. അതാണ് സംഭവം. അപ്പോൾ പാട്ടുകാരൻ എന്നുള്ളതൊക്കെ പോയി. നമ്മൾ ഈ സംഗതി എന്നുള്ളത് എൻ്റെ തലയിൽ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് സംഗതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇംപ്രവൈസേഷൻ. ഈ പാടുന്ന ബൃഹാസും അകാരവും ഒക്കെ സംഗതിക്കകത്ത് വരും. നമ്മളൊന്ന് ആ ഒരു ഇംപ്രവൈസേഷൻ ചിലപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള വാക്ക് സംഗതിയേ ഉള്ളൂ. അപ്പോൾ അത് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇത് ജാമ്പവാൻ്റെ കാലം മുതലുള്ളതായി സംഗതി എന്നുള്ള വാക്ക്. പിന്നെ അത് എൻ്റെ തലയിൽ എങ്ങനെ വന്ന് വീണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും എല്ലാവരും ചിലത് പെട്രോൾ ബങ്കിലൊക്കെ പെട്രോൾ അടിക്കാൻ പോകും, അയ്യോ സംഗതി സാറ് എന്ന് പറയും. അത് ഒരു ചെറിയ തോതിലൊരു ഇതുണ്ട് എങ്കിലും, പക്ഷെ അവർ പറയുന്നതിനൊരു സ്നേഹമുള്ളതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമാണ്. അല്ല സുജിത്ത്, ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയിൽ ഞാൻ പാടുമ്പോൾ സുജിത്തായിരുന്നു. നിങ്ങൾ ആ ഹിസൈൻ എസ് അബ്ദുള്ളയുടെ ഒന്ന് കാസറ്റാണല്ലോ, അത് കേട്ടാൽ അറിയാം. ഇതിൽ ദാസേട്ടനും ശ്രീകുമാറും സുജിത്തും എന്നൊക്കെ നമ്മുടെ അണ്ണാച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അണ്ണാച്ചി പറഞ്ഞിട്ടേ പിന്നെ എന്നെ ആരും പിടിച്ചില്ലെങ്കിൽ പേരിൻ്റെ കുഴപ്പമായിരിക്കും. നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളാണല്ലോ, നമ്മളങ്ങോട്ട് പേര് കണ്ടമാനം പേരിട്ട്. എന്നിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് പൂജാരി എൻ്റെ പേര് ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പേരതാണ്. അത്രയ്ക്ക് പേര് മാറ്റിയായിരുന്നു ഞാൻ. അവസാനം വന്നതാണ് ശരത് എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. രുചിയുള്ളതല്ല ഞാൻ കഴിക്കും. എനിക്കല്ല അതിനകത്ത് ഞാൻ ഒരു ഇത് നോക്കാറില്ല, ഇന്നത് കിട്ടണം, അപ്പോൾ അതിനത് കിട്ടാറുമില്ല. അപ്പോൾ നമുക്ക് രുചിയുള്ള എന്താണെങ്കിലും, അത് വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും അതെന്ന് പറയുമ്പോൾ എൻ്റെ പാട്ടുകളല്ല ഞാൻ അങ്ങനെ മൂളാറ്. ഞാൻ മറ്റുള്ളവരുടെ പാട്ടുകളാണ് മൂളാറ്. കാര്യം എൻ്റെ പാട്ടുകളിൽ ഞാൻ ഒരു പെർഫെക്റ്റായിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാണ്. നമ്മളൊരു പാട്ട് ചെയ്താൽ അത് ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ എന്തൊക്കെ കുറവുകളുണ്ട് അതിങ്ങനെ എന്നെ മനസ്സിനെ വേട്ടയാടാം. അപ്പം പിന്നെ ഞാൻ അത് കേൾക്കത്തില്ല. പിന്നെ അടുത്ത പാട്ട്, അടുത്തതിൽ വേറെ എന്തെങ്കിലും കുറവാണ്, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു പെർഫെക്റ്റായിട്ടൊരു പാട്ട് ചെയ്താൽ അന്നങ്ങ് മേളിലോട്ട് പോയാലും സമാധി ആയാലും സന്തോഷമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് നടക്കത്തില്ല, ഞാൻ ചിരഞ്ജീവിയായി. എന്തെങ്കിലും തെറ്റുകളൊക്കെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും.